എൻ്റെ പൊന്നോ, എന്നാ ഒരു പടമാണ് എടുത്തു വച്ചേക്കുന്നത്. സോ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പീക്ക് ലെവൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. ഐ എം ടോക്കിംഗ് അബൌട്ട് ലോക ചാപ്റ്റർ 1, റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഡൊമിനിക് അരുൺ. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി ഷീസ് എ പെർഫെക്റ്റ് ഫിറ്റ് ഫോർ ദിസ് റോൾ. ആക്ച്വലി നമുക്ക് ഈ ജോണിൽ കമ്പയർ ചെയ്യാനായിട്ട് മലയാളത്തിൽ നിന്ന് അധികം സിനിമകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ റിവ്യൂ പലയിടത്തും കണ്ടത് വെച്ചിട്ട് ഒത്തിരി ആൾക്കാർ ഇതിനെ ഹോളിവുഡ് ലെവലിൽ അല്ലെങ്കിൽ ഹോളിവുഡ് സ്റ്റൈലിലേക്ക് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈ? നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൻ്റെ ആവശ്യം വരുന്നില്ല. ദിസ് ഇസ് ജസ്റ്റ് ബ്രില്യൻറ്റ് ഇൻ ഇറ്റ്സ് ഓൺ സ്റ്റഫ്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട വേറൊരു ടെക്നിക്കൽ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബീജ്, ജെയ്ക്സ് ബിജോയുടെ കോമ്പോസിങ്. ചില സീൻസൊക്കെ എലവേറ്റ് ചെയ്യുന്ന ഒരു രീതി, അത് നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഈ സിനിമയുടെ ഫ്ലോയിലേക്ക് പോയിരുന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും അതിനകത്ത് വന്നു പോകുന്ന ഓരോ ക്യാമിയോസ്, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതി ജസ്റ്റ് ബ്രില്യൻറ്റ്. ഇതിൻ്റെ കഥ നമ്മുടെ പഴയ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പരിചയമുള്ള മുത്തശ്ശി കഥയായിട്ട് എങ്ങനെ അവർ ലിങ്ക് ചെയ്ത് ഇതൊരു മോഡേൺ സ്പേസിലേക്ക് പ്ലേസ് ചെയ്യുന്നത്, അതും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്തൊരു രസമെന്നറിയാം. ഒരു ഫ്രീ ഫ്ലോ ആയിട്ടാണ് ഈ സിനിമ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാമറസ് ഉണ്ടല്ലോ, അവർ വന്നതിനെക്കാട്ടിലും സന്തോഷമെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഹൗ ദ പ്ലാൻ ടു എക്സ്പാൻഡ് ദിസ് യൂണിവേഴ്സ്. ആ ഒരു സാധനം അവർക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റിയിട്ടുണ്ട്. അതായത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാർട്ട് 1 നിർത്തുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി നമുക്കൊരു എൻഡിങ് ഫീൽ ചെയ്ത് തരാൻ പറ്റുന്നില്ല. പക്ഷേ ഇവർ ഈ ചാപ്റ്റർ 1 കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ എന്താണ് ഈ ഒരു ലോക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ദേ വിൽ ഏബിൾ ടു ഗെറ്റ് ദാറ്റ് കണക്ഷൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് മിസ് ഔട്ട് ദി എൻഡ് ക്രെഡിറ്റ്.